നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ബ്രസീലിൽ അവധി ആഘോഷിക്കുവാൻ പോയ ഇസ്രായേലി സൈനികനെ ബ്രസീലിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമമുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുവാൻ വാഗ്ദാനി എന്ന് പറയുന്ന ഇസ്രായേലി സൈനികൻ കുടുംബത്തോടൊപ്പം ബ്രസീലിൽ എത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ ഇസ്രായേലി എംബസിയും ഇസ്രായേലി വിദേശകാര്യമന്ത്രി ഇവിയോൻ ഒക്കെ ഇടപെട്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക വിമാനത്തിൽ ഉടനെ തന്നെ അദ്ദേഹത്തെ ഇസ്രായേലിൽ എത്തിച്ചതുകൊണ്ട് അറസ്റ്റ് നടന്നില്ല എങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ബ്രസീലിയൻ കോടതി സ്വീകരിച്ചിരുന്നതായി പറയുന്നു. അദ്ദേഹം 2023 ഗസയിൽ നടന്ന അധിനിവേശത്തിൽ അദ്ദേഹം കൊല ചെയ്ത ആളുകളുടെയും അദ്ദേഹം തകർത്ത വീടുകളുടെയും ഒക്കെ എണ്ണമൊക്കെ തെളിവായി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടികളുമായിട്ട് ഹിന്ദ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന മുന്നോട്ട് പോയത്. 2023 ഗസയിൽ കൊല ചെയ്യപ്പെട്ട 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പേരിൽ ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മേൽ അറസ്റ്റിനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്ന ആണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ വെക്കണമെന്ന് ഈ സംഘടന ആവശ്യപ്പെട്ടുവെങ്കിലും അത് കോടതി തള്ളി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മേലുള്ള അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു കോടതി. ഇതാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുവാൻ ഇസ്രായേലി എംബസി നിർദ്ദേശം കൊടുത്തത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സൈനിക വിമാനത്തിൽ ഇസ്രായേലിലേക്ക് തിരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കേസിന് അടിസ്ഥാനമായ തെളിവായി ഈ സംഘടന ബെൽജിയം അടിസ്ഥാനമായിട്ടുള്ള 5 വയസ്സുകാരിയായ ഗസയിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പേരുള്ള സംഘടന കൊടുത്ത തെളിവുകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണെന്ന് പറയുന്നു. അദ്ദേഹം കൊല ചെയ്ത വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ ആക്രമണം സമയത്ത് അദ്ദേഹം ഇസ്രായേലി സൈന്യത്തിനുണ്ടായ സമയത്ത് ആക്രമിച്ച വീടുകളുടെയൊക്കെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതാണ് തെളിവ് ആയിട്ട് കോടതിയിൽ ഈ സംഘടന നൽകിയത്. അതാണ് കോടതിയെ അദ്ദേഹത്തിൻ്റെ മേലുള്ള നിയമ നടപടിയിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. എന്തായാലും ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ തങ്ങളുടെ സൈനികർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും ഒന്നും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യരുതെന്ന്. കാരണം യുദ്ധസമയത്ത് അവരെടുക്കുന്ന അവരുടെ ക്രൂരതയുടെ ഒരു പര്യായമായ വീഡിയോകളും അതുപോലുള്ള ഫോട്ടോകളുമൊന്നും തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ വിജയാഹ്ലാദമായിട്ട് അപ്ലോഡ് ചെയ്യരുത്. കാരണം അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുവാനുള്ള ഉദ്യമങ്ങളുമായിട്ട് ഒരുപാട് സംഘടനകൾ അന്താരാഷ്ട്ര സംഘടനകൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ സൈനികർക്ക് ഇസ്രായേലി ഗവൺമെൻറ് ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യുദ്ധസമയത്ത് എടുക്കുന്ന ഫോട്ടോകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്തതെന്ന്. തൽക്കാലമായി ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.